പിന്നെ അഭിഷേകം രണ്ടു സംസാരിക്കും ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹാലലൂയ. അതോറിറ്റി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ അതിൽ ഇങ്ങനെയാണ്. യേശു കർത്താവ് അല്ലെങ്കിൽ യേശു കർത്താവ് പറയുന്ന ഒരു വാചകമുണ്ട്. ശത്രുവിന്റെ സകല അതൊന്ന് വായിക്കാമോ? ലൂക്കോസ് 10:19 എന്ന് വായിക്കാം. ലൂക്കോസ് 10:19 അതൊന്ന് വ്യക്തമാണ്. 10:19 സ്തോത്രം. ഇങ്ങനെ പറയുന്നു: പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹാലലൂയ. പാമ്പുകളെയും തെളികളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുന്ന അധികാരത്തെയാണ് നമ്മൾ അതോറിറ്റി എന്ന് വീക്ഷിക്കുന്നത്. വേദോസിൽ അങ്ങനെ പറയാം. അതായത് അത് ലഭിക്കുന്നത് ആർക്കാണ്? സ്തോത്രം. രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ അറിഞ്ഞ, ക്രിസ്തു വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും കിട്ടുന്ന ഒന്നാണ് അതോറിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് തിരിച്ചറിവില്ല അതിനെക്കുറിച്ച്. നമുക്കിത് ലഭിച്ചിട്ടുണ്ടോ, നമുക്കിത് ഉപയോഗിക്കാനുള്ള കഴിവുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ക്രിസ്തുവിനെ അറിഞ്ഞ, രക്ഷിതാവായി സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ഒരു ഒരു അവകാശമാണ് ഈ അതോറിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു പോലീസുകാരൻ ലഭിക്കുന്ന അധികാരങ്ങളുണ്ട്. ഹാലലൂയ. അദ്ദേഹത്തിന് യൂണിഫോമിന്റെ ബലത്തിൽ കിട്ടുന്ന കുറെ അധികാരങ്ങളുണ്ട്. അതുപോലെയാണ് ഈ രക്ഷ എന്ന് പറയുന്ന ഒരു യൂണിഫോമിന്റെ ബലത്തിൽ നമുക്ക് കിട്ടുന്ന അധികാരങ്ങളാണ് ശത്രുവിന്റെ സകല ബലത്തിന്മേലും ചവിട്ടുവാനുള്ള അധികാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ നാളെ മുതൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ അയ്യോ എനിക്കിത് എങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയും എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് എന്റെ അധികാരം ഉപയോഗിക്കുക എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ബിക്കോസ് നമ്മൾ അധികാരം ഉള്ളവരാണ്, അധികാര സ്ഥാനത്തിരിക്കുന്നവരാണ്. പോലീസുകാരന്റെ യൂണിഫോമിന് അധികാരം പോലെ നമുക്കുമുണ്ട്, അധികാരമുണ്ട്. ശത്രുവിന്റെ സകല ബലത്തിലും നമുക്ക് അധികാരമുണ്ട്. അതാണ് ഈ അതോറിറ്റി എന്ന് പറയുന്നത്. അത് ശിഷ്യന്മാർക്ക് യേശു കർത്താവ് പകർന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ വിശ്വാസമില്ലെങ്കിൽ, നമുക്കറിയാം മത്തായിയുടെ പുസ്തകം, ഞാൻ വാക്യം നോക്കട്ടെ. അവിശ്വാസം മൂലം ഞാൻ വാക്യം എനിക്ക് മത്തായിയുടെ പുസ്തകത്തിൽ എവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ശിഷ്യന്മാർക്ക് ഒരു ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ യേശു കർത്താവ് അവിശ്വാസത്തെ ശാസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ആ കാറ്റും കടലും, കടലിലെ കാറ്റ് ശക്തമായ സമയത്ത് അധികാരം ഉപയോഗിക്കാതെ ശിഷ്യന്മാർ ഭയന്നിരുന്നപ്പോൾ അവിടെയും യേശു കർത്താവ് വിശ്വാസക്കുറവിനെ അല്പവിശ്വാസം ശാസിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കാണുന്ന ഇങ്ങനെയാണ്. നമ്മുടെ അതോറിറ്റി പലപ്പോഴും നടക്കാതെ പോകുന്നതിന്റെ കാരണം നമ്മുടെ അവിശ്വാസമാണ്. നമുക്ക് തിരിച്ചറിവില്ല, ബോധ്യമില്ല എന്നുള്ളതാണ്. ഒരു വിശ്വാസം സംബന്ധിച്ച് നമുക്ക് അതോറിറ്റി ഉണ്ട്. അതിന്മേൽ നമുക്ക് ശത്രുവിന്റെ സകല ബലത്തിന്മേൽ അധികാരമുണ്ട്. തിരിച്ചറിയുക. അത് ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് തിരിച്ചറിയുക. നമ്മൾ ഒരിക്കലും എനിക്ക് ഒന്നുമില്ലല്ലോ, ഞാനൊന്നുമല്ലല്ലോ, ഞാൻ ആ ആളെ പോലല്ല, ദിവാസയെ കണ്ടോ ഭയങ്കരമായിട്ട് ദൈവത്തിൽ പ്രാപിച്ച് പലതും ചെയ്യുന്നുണ്ട്, എനിക്കത് കഴിയുന്നില്ലല്ലോ എന്നുള്ള ചിന്തയല്ല, മറിച്ച് എനിക്ക് അധികാരമെന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാകണം. അതിന്റെ റിസൾട്ട് കാണുന്ന വിശ്വാസത്തിലൂടെയാണ് ഒന്നാമത്തെ അധികാരം. അപ്പം ഈ അധികാരം എന്ന് പറയുമ്പോൾ രക്ഷയോടെ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു അവകാശം അധികാരം എന്ന് പറയുന്നത്. അധികാരം. പക്ഷെ അത് നമുക്ക് രക്ഷ എന്ന് പറയുന്ന ആ പ്രക്രിയയിലൂടെ കിട്ടുന്ന നിയമപരമായ അവകാശമാണ് ഈ അധികാരം എന്ന് പറയുന്നത്, അതോറിറ്റി എന്ന് പറയുന്നത്. പക്ഷെ വ്യത്യാസം അനോയിന്റിംഗ് എന്ന് പറയുമ്പോൾ അത് കിട്ടുന്നതിന് വേറൊരു കാരണമുണ്ട്. അതായത് നമ്മുടെ ആത്മീയ വളർച്ചയെ ബേസ്ഡ് ആണ് അനോയിന്റിംഗ് നമ്മളിലേക്ക് അധികമായി വരുന്നത്. അതായത് ആത്മശക്തി. ഹല്ലേലൂയ. സ്തോത്രം. ഈ രക്ഷ എന്ന് പറയുന്നത് അതോറിറ്റി എന്ന് പറയുന്നത് എല്ലാവരിലും സെയിം ആകുമ്പോൾ, അനോയിന്റിംഗ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരിലും ഒരുപോലെയല്ല. സ്തോത്രം. അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. അതായത് അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നത് ഇങ്ങനെയാ പറയുന്നത്, ഇങ്ങനെ വായിക്കാതെ: ദൈവമസനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. യേശു കർത്താവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. അതായത് അനോയിന്റിംഗ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ശക്തിയെ കുറിച്ച് അവിടെ പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ശക്തി. ഇത് നമുക്കൊരു അവകാശമായി കിട്ടുന്നതല്ല, അതോറിറ്റി കിട്ടുന്ന പോലെ അവകാശമായി കിട്ടുന്നതല്ല, മറിച്ച് നമ്മൾ ഇതിനെ നേടിയെടുക്കുന്നതാണ്. നമ്മുടെ ആത്മവളർച്ച. കുറച്ച് വ്യത്യാസം ഞാൻ അത് പറഞ്ഞുതരാം. സ്തോത്രം. നമുക്ക് ദൈവത്തിൽ നേരിട്ട് കിട്ടുന്നതാണ് ഈ അനോയിന്റിംഗ് എന്ന് പറയാം. അത് ദൈവം നമുക്ക് നൽകുന്ന പ്രാപ്തിയാണ്. യേശു കർത്താവിന് ദൈവം അനോയിന്റ് ചെയ്തു, പരിശുദ്ധാത്മാവിന് ശക്തിയാൽ അനോയിന്റ് ചെയ്തു. ഇതിനു വേണ്ടിയാണ് ഒരു മിഷൻ ഉണ്ടായിരുന്നു കർത്താവിന്. ഹല്ലേലൂയ. അപ്പൊ ഒരു പ്രത്യേക മിഷന് വേണ്ടി നമ്മളെ ദൈവം അനോയിന്റിംഗ് എന്ന് പറയാം. നമ്മളെ ദൈവം അഭിഷേകം ചെയ്യുന്ന അനോയിന്റിംഗ് എന്ന് പറയാം. രണ്ടും ഒരു വാക്ക് തന്നെയാണെങ്കിൽ ഞാനത് എളുപ്പത്തിൽ പറഞ്ഞതേ ഉള്ളൂ. മറ്റേ അതോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ബൈ ഡീഫോൾട്ട് ഒരു ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, രക്ഷപ്പെട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അവകാശം അതോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും. കാരണം അവിശ്വാസമാണ് അതിന് കാരണം. രണ്ടാമത്തെ അനോയിന്റിംഗ് എന്ന് പറയുമ്പോൾ അത് ദൈവം നമ്മളുടെ പകർന്നു തരുന്നതാണ്. അതിന്റെ
കുറച്ച് വ്യത്യാസങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ. ഈ അതോറിറ്റി നമ്മുടെ നിയമപരമായി കിട്ടുന്ന അവകാശമാണ് അതോറിറ്റി. പക്ഷെ അത് അനോയിന്റിംഗ് എന്ന് പറയുന്നത് ആത്മീയമായ വളർച്ചയോടെ കിട്ടുന്ന ഒരു ആത്മശക്തിയാണ്. നമ്മൾ വളരുന്തോറും നമ്മളെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ശക്തിയാണ്. സ്തോത്രം. ഹാലലൂയ. അതോറിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അനോയിന്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ല, പലരും വ്യത്യസ്തമാണ്. അനോയിന്റിംഗ് എന്ന് ദൈവം പകർന്നു കൊടുക്കുന്നതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഹാലലൂയ. സ്തോത്രം. അതുപോലെ നമ്മൾ ഈ അതോറിറ്റി നമ്മളിലേക്ക് വന്നു കയറുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളിലേക്ക് അതോറിറ്റി വന്നു കയറുന്നു. ബൈ ഡീഫാൾട്ട് നമ്മളിലേക്ക് വരുന്നു. പക്ഷെ നമ്മളിലേക്ക് അനോയിന്റിംഗ് വരുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയിലൂടെ. ഹാലലൂയ. സ്തോത്രം. അപ്പൊ അതോറിറ്റിയുടെ പ്രധാന വെപ്പൺ എന്ന് പറഞ്ഞ യേശുവിന്റെ നാമമാണ്. അതോറിറ്റിയുടെ പ്രധാന വെപ്പൺ യേശുവിന്റെ നാമം. വിശ്വാസം വലിയ ഘടകമാണ് അത്. പക്ഷെ അനോയിന്റിംഗ് അങ്ങനെയല്ല, അത് പരിശുദ്ധാത്മ ശക്തിയാലാണ് വരുന്നത്. ഹാലലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരിക്കലും അതോറിറ്റി നമ്മളിൽ നിന്ന് മങ്ങിപ്പോകുന്നില്ല, നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നില്ല. രക്ഷയിൽ നിന്ന് മാറിപ്പോകാത്തത് കാലത്തോളം നമ്മൾ അതോറിറ്റി എടുത്തു മാറ്റപ്പെടുന്നില്ല. പക്ഷെ അനോയിന്റിംഗ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മങ്ങിപ്പോകും. സ്തോത്രം. പലരും കണ്ടില്ലേ, പലരും നമ്മൾ അഭിഷേകത്തിന്റെ ശക്തിയിലൊക്കെ വന്നിട്ട് പലരും മങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ പലരും വീണു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടല്ലോ അല്ലെ. പലരും വീണു പോകുന്നുണ്ട്. അത് ഒരു പാപത്തിന്റെ ഫലമായിരിക്കും, അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ പലരും അനോയിന്റിംഗ് പ്രാപിച്ച ശേഷം ഒരുപാട് പേര് വീണ് വരുമ്പോൾ ആൾക്കാർ നമുക്ക് അറിയാം. അപ്പോൾ ഈ അനോയിന്റിംഗ് പ്രാപിച്ച ശേഷം അത് മങ്ങിപ്പോകാൻ സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ട് പ്രാപിക്കുന്ന ഒരിക്കലും അതിനെ മങ്ങിപ്പോകാതെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം വചനം പറയുന്നത്. ഹാലലൂയ. സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ അതോറിറ്റി എന്ന് പറയുന്നത് പോലീസുകാരൻ കിട്ടുന്ന യൂണിഫോം പോലെ, ഒരു ബാഡ്ജ് പോലെയൊക്കെ. പക്ഷെ അനോയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കരണ്ട് നമ്മളിലേക്ക് വരുന്ന പോലെ, വൈദ്യുതി വരുന്ന പോലെ. ഹാലലൂയ. സ്തോത്രം. ഒരു ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മളെ കുറിച്ച് ബോധ്യമുണ്ടാകുന്നവരായിരിക്കും നമ്മൾ. ഹാലലൂയ. നമ്മുടെ അതോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതാണ്. ബട്ട് ഡീഫോൾട്ട് നമ്മളിലുണ്ട്. പക്ഷെ അനോയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടതാണ്. ഈ പുതുവർഷത്തിൽ ഞാൻ പറയാൻ കാര്യം, ഈ പുതിയ വർഷം ഞാൻ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ വളർച്ചയെക്കുറിച്ച് ആണ് പറഞ്ഞത്. ആത്മമനുഷ്യന്റെ വളർച്ചയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞത് നമുക്ക് നമ്മുടെ വിശുദ്ധിയെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും ഒക്കെയാണ്. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് ഒത്തിരി സ്പിരിച്വലി വളരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അതോറിറ്റി നമ്മളിലുണ്ട്. അത് വളർച്ചയല്ല, അത് നമ്മൾ ഓൾറെഡി ബൈ ഡീഫോൾട്ട് നമ്മൾ ഉള്ളതാണ്. പക്ഷെ അനോയിന്റിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട ദിവസങ്ങളിൽ നമ്മൾ നമ്മൾ സമയം പ്രാർത്ഥിക്കാൻ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, അതിന് മാത്രമല്ല അധികമായ ദിവസം സമയം പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മൾ എടുക്കണം. നമുക്ക് ഈ അനോയിന്റിംഗ് വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ അതോറിറ്റി ഉണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടു, പിന്നെ അങ്ങനെ നമ്മളൊരു കുഞ്ഞ് ഉണ്ടായ ശേഷം ആ കുഞ്ഞ് വളരുന്നത് പോലെ നമ്മളൊരു ആത്മീയ ശിശുവായതിനു ശേഷം നമ്മൾ ആത്മീയത്തിൽ വളരുന്നത് പോലെ നമ്മൾ വളർന്നു വരികയാണ്. വർഷങ്ങളെ വളർച്ചയില്ലെങ്കിൽ അത് നമുക്ക് കഴിക്കുന്ന ആഹാരത്തിന്റെ കുഴപ്പമാണെന്ന് നമുക്കറിയാം. കുഞ്ഞു വളരുന്നില്ല ആഹാരത്തിന്റെ കുഴപ്പമാണ്. മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും കുഞ്ഞ് ശരിക്കും വളരുന്നില്ലെങ്കിൽ അത് ആഹാരത്തിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് നമുക്ക് വളർച്ച ഉണ്ടാണെങ്കിൽ നമ്മൾ ആഹാരത്തിന്റെ കുറവാണ് തിരിച്ചറിയുക, ആഹാരം കഴിക്കാൻ നമ്മൾ റെഡിയാവുക, അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുക. ദിവസങ്ങളിൽ നമ്മുടെ അതോറിറ്റികൾ ഉപയോഗിക്കാൻ നമ്മൾ റെഡിയാവുക. വിശ്വാസം നമ്മൾ വർദ്ധിക്കട്ടെ. അതുപോലെ തന്നെ അനോയിന്റിംഗിൽ വർദ്ധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമാണ്. ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക്